ഹായ്. ഇന്ന് ഞാനും ജോബിച്ചനും കൂടി രാവിലെ കാപ്പി അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ജോബി പറഞ്ഞത് നമുക്കതങ്ങ് ഷൂട്ട് ചെയ്തേക്കാമെന്ന്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ജെൻസി കിഡ്സിൻ്റെ ഒരു കുറച്ച് സവിശേഷതകൾ, മറ്റുള്ള ജനറേഷനിൽ നിന്ന് അവർക്കുള്ള കുറച്ച് സവിശേഷതകൾ സംസാരിക്കാനാണ് വന്നത്. ഓരോ ജനറേഷനും അതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ട്. പക്ഷെ എന്നാലും ജെൻസിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ കുറേ ഇഷ്ടമാണ് ട്രാൻസ്പെറൻസി. നമ്മൾ എന്ത് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും ദേ ഡു ദ റിസർച്ച് ആൻഡ് ദേ വിൽ കം. സോ ഇൻസ്റ്റെഡ് ഓഫ് എന്തെങ്കിലും ബ്ലണ്ടായിട്ട് പറയുന്നതിനേക്കാൾ ഇങ്ങനെ ഒരു സത്യമുണ്ട്, ഇതിനകത്തൊരു കാര്യം ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് അതിനോട് ഇങ്ങനെ ഒരു അപകടമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവിച്ചേക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നതിൽ എപ്പോഴും അവർക്ക് ഇഷ്ടമാണ്. ആ ട്രാൻസ്പെറൻസി അവരെപ്പോഴും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ ഞാനൊക്കെ മില്ലനിയനിലുള്ളതാണ്. അപ്പം മില്ലനിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുറേയൊക്കെ നമ്മളൊരു ഏത് സ്പേസിലാണെങ്കിലും മറ്റൊരാൾക്ക് എന്ത് തോന്നും, മറ്റൊരാൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി മറ്റൊരാളിൽ എന്തെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമുണ്ട് എനിക്ക്. പക്ഷെ അത് ഇപ്പം ആ ജെൻസി കാറ്റഗറിയിൽ വരുന്ന കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ ദേ വെരി ട്രാൻസ്പെറൻറ്റ്. അതുപോലെ തന്നെ ദേ വോണ്ടഡ് ടു പോർട്രേ ദംസെൽഫ്. അങ്ങനെ തന്നെ, അതായത് ഇപ്പോൾ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഡ്രസ്സെങ്കിൽ അവരെടുക്കൂല. പക്ഷെ ഞാനൊക്കെ ഒരു കടയിൽ കയറിയിട്ട് ചിലപ്പോൾ കുറേ ഡ്രസ്സ് നോക്കും. എന്നിട്ട് അയ്യോ അവിടെ എനിക്ക് ഇത്രയും ഡ്രസ്സ് കാണിച്ചു തന്ന ചേച്ചിയല്ലേ, അപ്പോൾ എന്തായാലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് പോയേക്കാം എന്ന് ഞാൻ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കും. പക്ഷേ ജെൻസീസ് അങ്ങനെയല്ല. ദേ ആർ വെരി ഓപ്പൺ. ഇഫ് ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ് ദേ വിൽ നോട്ട് ടേക്ക് ഇറ്റ്. അങ്ങനെ പിന്നെ ഇപ്പോൾ എനിക്കൊക്കെ ഒരു നല്ലൊരു ഇൻകമൊക്കെ വരുന്ന ഒരു ടൈമിൽ ഇപ്പം ഞാൻ മനസ്സിൽ ഓക്കെ നമുക്കൊരു വീട് വെക്കാം, അല്ലെങ്കിൽ നമുക്കൊരു വീട് വാങ്ങിക്കാം, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. പക്ഷേ നമ്മുടെ ജെൻസി കിഡ്സിന് അങ്ങനെയല്ല അവരുടെ തോട്ട് പ്രോസസ്സ് പോണത്. അവർക്ക് എന്തിനാ ഇപ്പോൾ ഞാൻ വലിയ വീടൊക്കെ മേടിച്ചൊരു കടമൊക്കെ എന്തിനാണ് ലോണൊക്കെ എടുക്കുന്നതെന്നുള്ളൊരു അങ്ങനത്തെ അപ്രോച്ചാണ് അവർക്ക്. സോ അവർക്ക് വേണമെങ്കിൽ സ്റ്റാർബക്സിൽ പോയി 3000 രൂപയ്ക്ക് വേണമെങ്കിൽ അവർ കോഫി കുടിക്കുമായിരിക്കും. പക്ഷേ ദേ മേ നോട്ട് സ്റ്റിക്ക് ഓൺ ടു എ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഒരു സാധനത്തോട് ക്ലിങ് ചെയ്യുക, അങ്ങനെയൊന്നും അവരെ നമുക്കൊരിക്കലും അങ്ങനെ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ടു കംസ് ടു ദ ജോബ് പാർട്ട് ആസ് വെൽ. ഇപ്പോൾ മില്ലനിയൻസ് 9 to 5:45 വരെ വർക്ക് ചെയ്യുമെങ്കിൽ, പക്ഷേ ജെൻസി കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു 9 to 5:45 എന്ന് പറയുന്ന ടൈമിൽ എത്ര പ്രൊഡക്റ്റീവായിട്ട് എത്ര മൾട്ടിപ്പിൾ ആളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ദാറ്റ് ഈസ് ടു ഗുഡ്. അതായത് അവർക്ക് കിട്ടിയ ടൈം വളരെ വേഴ്സറ്റൈലായിട്ട് യൂസ് ചെയ്യാനായിട്ട് അവരെപ്പോഴും തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് ദേ ഡോണ്ട് ലൈക്ക് ടു വർക്ക് അണ്ടർ എ ബോസ്. പ്രൊബബ്ലി അവർ ഫ്രീലാൻസിങ് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയൊരു കാലയളവ് കൊണ്ട് നല്ല സ്കിൽസ് ഉണ്ടാക്കി കുറച്ചുകൂടി നന്നായിട്ട് ഏൺ ചെയ്യാനോ ഒക്കെ നോക്കുന്ന കൈൻഡ് ഓഫ് ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ അവരുടെ നല്ല ക്വാളിറ്റീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാം നമ്മൾക്കും കുറച്ചൊക്കെ അതിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നെ ഇപ്പോഴത്തെ സ്റ്റഡി കാണിക്കുന്നതാണ്, അതായത് അവർ ലോ ആൽക്കഹോൾ ഡ്രിങ്കിങ് കാറ്റഗറിയിൽ വരുന്ന ജനറേഷനാണ് അത്ര. അതായത് ആൽക്കഹോൾ കമ്പനികൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ പറയുന്നത് അവർ കുറേ കൂടി they don't like that 2-day hangover after drinking. അവരെപ്പോഴും നോക്കുന്നത് ഒരു കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടി എന്തിനാണ് എൻ്റെ ഹെൽത്ത് കളയുന്നത്, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സാണ്. പിന്നെ അതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. സം ഓഫ് ദം ദേ വുഡ് ലൈക്ക് ടു ഡു വെരി കോൺഷ്യസ് അബൌട്ട് ഹെൽത്ത് ആൻഡ് ദേ ഡു ദർ എക്സസൈസ് ആൻഡ് എവറിത്തിങ്. സോ ദേ ഡോണ്ട് വാണ്ട് ടു ഇൻഡൾജ് ഇൻ എനിത്തിങ് ലൈക്ക് സംതിങ് ലൈക്ക് ഡ്രിങ്കിങ് ആൻഡ് ആൽക്കഹോൾ. ഒരു കുറച്ച് നേരത്തേക്കുള്ള പ്ലഷറിനോട് അവർക്ക് താല്പര്യമില്ല. പക്ഷേ ദർ ഇസ് അനദർ സൈഡ് ആസ് വെൽ വിച്ച് ഐ ടു ഡു നോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ജെൻസി കിഡ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇനി നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നുള്ളത് കമൻറ്റിൽ അറിയും.